എല്ലാ ദിവസത്തെയും പോലെ ഒരു എനർജറ്റിക് ഇൻട്രോ അടിക്കാനുള്ളൊരു സമയം ആയിട്ടില്ല. ഇപ്പം സമയം ഒരു 4:45 ഉള്ളൂ. ഞാനിന്ന് എണീറ്റു. ഞാൻ കിടന്നത് തന്നെ 12:30 1 മണിയോ ഒന്നോ ആയി. എനിക്ക് ഒച്ചയൊന്നും വരുന്നില്ല, എനിക്ക് ഉച്ചത്തിൽ ഇൻട്രോ എടുക്കണം എന്നുണ്ട്. പക്ഷേ ഉറക്കപ്പിച്ചായതുകൊണ്ടും നല്ല ക്ഷീണം ഉള്ളതുകൊണ്ടും ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ വീട്ടിലെല്ലാവരും നല്ല ഉറക്കമാണ്. എൻ്റെ കാറും കൂവും കൊട്ടെ എല്ലാവരും എണീറ്റ് വരും. ഞാനിന്ന് ഇത്രയും രാവിലെ എണീറ്റത്, ഇന്ന് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്. ലൈക്ക് നമ്മുടെ ആലപ്പുഴയിലെ റിലയൻസ് മോളിലുള്ള മാഗ്നസ് അക്കാഡമിയിൽ പിള്ളേരെ ഫ്രഷേഴ്സ് ഡേ ആണ്. അവിടെ ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് പോകാൻ പറ്റുക നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ നമുക്കറിയാവുന്നവർ അറിയാത്തവരുണ്ട്. അപ്പം അങ്ങനെ പോകാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എനിക്ക് രാവിലെ റെഡി ആവാൻ പോകണം. നമ്മുടെ തന്നെ ഒരു കൂട്ടുകാരിയാണ്, ദേവു എന്ന പേര്. അപ്പം ആളിപ്പോൾ ഒരു മേക്ക് ഓവർ പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് മേക്ക് ഓവറാണ് ദേവുവിൻ്റെ അടുത്തും ചെയ്യാൻ പോണേ. ഞങ്ങൾക്ക് പരസ്പരം അറിയാമെങ്കിലും ഞാനിതുവരെ അവിടെ നിന്ന് വർക്കൊന്നും ചെയ്തിട്ടില്ല. പോയി റെഡി ആയിട്ട് വരാം. ആൻഡ് ഓൾസോ എൻ്റെ ഡ്രസ്സ് തമേഹെന്നാണ്, ഒരു ബ്ലാക്ക് സാരി വിത്ത് ആൻ അജ്രക് പ്രിൻറ്റഡ് ഒരു ബ്ലൗസാണ്. അത് ഇന്നലെ രാത്രിയാണ് എനിക്ക് കിട്ടുന്നത്. ഓൾട്ടറൊക്കെ ചെയ്ത് രാത്രിയായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ. അപ്പം എന്തായാലും ബാക്കി വിശേഷം നമുക്ക് പുറകെ കാണാം. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം അവിടെ ചെന്ന് നല്ലപോലെ മേക്കപ്പ് ഇടേണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രഷായി ഒരു ലിപ് ബാം മാത്രം ഇട്ട് രാവിലെ കിടന്നുറങ്ങി അച്ഛനെ വിളിച്ച് എണീപ്പിച്ച് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. ഞാനിപ്പം ഇനി ഒറ്റയ്ക്ക് വണ്ടിയെ പോയി കഴിഞ്ഞാൽ വണ്ടി ഞാനവിടെ വെച്ചിട്ടൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അച്ഛനോട് ഇന്നലെ പറഞ്ഞായിരുന്നു എന്നെ കൊണ്ടാക്കണമെന്ന്. അച്ഛൻ എണീറ്റതേ റോഡിലോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ദേവനെ വിളിച്ചു, ദേവ് എണീറ്റുള്ളതെന്ന് തോന്നുന്നു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചെന്നോളാൻ പറഞ്ഞ്. അപ്പം ഡ്രസ്സും സാധനങ്ങളും എല്ലാം ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെഡിയായി, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. ദേവു എനിക്ക് ഫസ്റ്റാണ് അങ്ങനെ മേക്കപ്പ് ചെയ്ത് തരുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊക്കെ നോക്കാം. നമ്മളിവിടെ വന്നപ്പോൾ ഒരാൾ എണീറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. റെഡിയായി, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. മേക്കപ്പ് ചെയ്യുന്ന ആൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, രാവിലെ എണീറ്റ കോലത്തിലാണ്. അപ്പം ഞങ്ങൾ ഞാൻ ഇന്നലെ ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് തന്നെ എടുത്തു, ഇങ്ങനെ എടുത്താൽ ശരിയാകത്തില്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ. പക്ഷെ എടുത്തു, സാധനം കൊള്ളാം. ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മേക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ദേവുവിൻ്റെ മേക്ക് ഓവർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഹോണസ്റ്റ് റിവ്യൂ ഒക്കെ പറയാം. ഇതിൽ സാരിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ രാവിലെ എത്തിയിട്ടുണ്ട്. അച്ഛൻ എന്നെ ആക്കിയിട്ട് പോയി. ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിയാറായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതാ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, നോക്കൂ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നോട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാ, ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെൻസ് ആൻഡ് ഓൾസോ എനിക്ക് ലിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്ലോയിങ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പോകുമെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിന്നിന് കറക്റ്റ് ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചു അല്ലേ? സ്കിന്നിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നില്ല. സാരി പക്കയിൽ ഉടുപ്പിച്ചു കേട്ടോ. ഒരു 5 മിനിറ്റ് എടുത്തുള്ളൂ. നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്തു. എനിക്ക് മൊത്തത്തിൽ ഓവറോൾ ഇഷ്ടപ്പെട്ടു. നമ്മൾ മുടി ചെയ്യണം. അപ്പം കൂടെ കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തേ ക്യാമറ കാണുമ്പോൾ ഓടി നടക്കുക. ഇച്ചിരി ക്യാമറ ഫിയർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഗോൾഡൻ ആക്സസറീസ് എടുത്തോണ്ട് വന്നതാണ്. സിൽവർ ഇട്ട് നോക്കാം അല്ലേ? ഞാൻ ഈ ഒരു ടൈപ്പ് കളർ ഇങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ എപ്പോഴും ബ്രൈറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. നമ്മൾ അല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് ഈ കളറൊക്കെ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഞാൻ ഒരെണ്ണം എൻ്റെ ഉണ്ട് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാൽ. ഞാൻ കൂടുതലും ഡാർക്കാണ് യൂസ് ചെയ്യുന്നത്, റെഡ് പിങ്ക് ഇത്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ട്. കളാവും, ചേരുന്നുണ്ട്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഇവിടെ നിന്നിട്ട് നല്ല രസമുണ്ട്. കണ്ട ഇല്ലേ? വെട്ടടിക്കുമ്പോ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, സൂര്യൻ അവിടെ നിൽക്കുന്നോണ്ട്. ഭംഗിയില്ലേ? ബാ, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല ഭംഗിയുണ്ട്. സമയം 8:30 നമുക്ക് അവിടെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലേണ്ടത്. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് വേണം ചെല്ലാൻ. അശ്വിൻ എന്നെ വിളിക്കാനായിട്ട് റോഡേ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ചെല്ലട്ടെ. ഐ ലൈക്ക് ഇറ്റ്. 9 മണി പറഞ്ഞിട്ട് ഞങ്ങൾ 9 മണിക്കൂടെ വന്നു. പക്ഷെ ഇതൊന്നും തുടങ്ങിയിട്ടില്ല. ഇതിലും കഴിച്ചു. സംസാരിക്കും. നീ എന്തിങ്ങനെ സംസാരിക്കാതെ? ഗൈസ്, ഞങ്ങളിവിടെ 9 മണിക്ക് വന്നതാണ്. എക്കോ അടുപ്പിക്കാനല്ല.
പറയട്ടെ മിണ്ടാതെ. ഞങ്ങളിവിടെ 9 മണിക്ക് വന്നിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്ത്. മിണ്ടരുത്, ഞാൻ പറയട്ടെ. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ റിലയൻസ് മോളിനകത്ത് മാഗ്നസ് അക്കാഡമിയിലാണ്. ഇവർക്ക് ഇന്ത്യയിലൊട്ടാകെ 17 ബ്രാഞ്ച് ഉണ്ട്. ഈ 17 ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ച് നമ്മുടെ ആലപ്പുഴയിലാണ്. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളത്. അവിടെ ഇരിക്കും. ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് വെച്ചാൽ അങ്ങനല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും നോർമലി കാണുന്ന ഒരു സെറ്റപ്പ് അല്ല ഇവിടെ. നമ്മളിപ്പോൾ ഒരു കോളേജിലൊക്കെ പോയാൽ ഉള്ളൊരു വൈബുണ്ട്. കൂടുതലും എനിക്കൊന്ന് ഗേൾസ് ഇവിടെ പഠിക്കുന്നില്ല. കാരണം ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ എഞ്ചിനീയറിംഗ് ആണ്. ഗേൾസ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് അല്ലല്ലോ, കൂടുതലും ബോയ്സ് ആണ്. 2 ബാച്ച് ഉണ്ട്, മൊത്തത്തിൽ 100 പിള്ളേരടുത്ത് എന്തുകൊണ്ട്. അപ്പോൾ ഇന്നിവിടെ ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പം ഇവനെ ഞങ്ങളെ വിളിച്ചു. നമ്മൾ വന്നു, വീഡിയോ ഒക്കെ എടുത്തു. എത്ര മണി? 10:30. ഞാനാണ് രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. ഒരു ഡയറി മിൽക്കും കുറച്ച് ജ്യൂസുമാണ് ഞാൻ കുടിച്ചത്. ഇവൻ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് വന്നു. രാവിലെ മൂടിച്ചിട്ട് ശരിയല്ലായിരുന്നു എൻ്റെ, അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ മൂഡ് സ്വിങ്സ് ആയിരുന്നു. അപ്പം ഓക്കെ. ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, പക്ഷെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയിട്ട് ഞാൻ ദൂരിക്കളഞ്ഞു. കുറച്ച് പോസ്റ്റാണ്. എനിക്കാണ് അവിടെ ചെന്നിട്ട് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ ഇരിക്കുക. ഉണ്ടാവുന്ന പ്രതീക്ഷയ്ക്കാണോ വന്നേ? എന്തോ അതെ, ഓക്കെ. അപ്പൊ ഗേൾസ് ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷയാണ് വന്നത്. ഡിസപ്പോയിന്റഡ് ആയോ? ഇല്ല. സിഗ്മാസ് ആണ്, അറിയാമോ? ഇല്ല, അതെനിക്കറിയാം. നിങ്ങൾ ഇല്ലാതെ എന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. സോ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഇവർ പറഞ്ഞു. എൻ്റെ പേര് ആര്യ എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ പാതിരപ്പള്ളി. ആ ഭാഗത്ത് നിന്നൊക്കെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഒരു അനക്കില്ല. ഇത് ഫ്രഷേഴ്സ് ഡേ ആയിട്ട് സാറ് പറഞ്ഞ പോലെ. എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളുടെ പ്രായം കഴിഞ്ഞ്, ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ 1 ഇയർ ആയുള്ളൂ ഡിഗ്രി കഴിഞ്ഞിട്ട്. വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇനിയിപ്പം കണ്ടാൽ ഓർക്കുമല്ലോ. ഇപ്പം കണ്ടില്ല എന്ന് പറഞ്ഞു, ഇനി കാണുമ്പോൾ ഓർക്കുമല്ലോ. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ കോഴ്സ് എന്താന്ന് പറഞ്ഞിട്ടൊക്കെയാണോ പഠിക്കാൻ വന്നേ? ഐഡിയ ഉണ്ടായിരുന്നോ? റെസ്പോൺസ് ഐഡിയ ഉണ്ടായിരുന്നോ? അപ്പം ഇവിടെ വന്ന് പഠിച്ച് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായി? ഇന്ത്യയിൽ ഒട്ടാകെ നിങ്ങൾക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ ഒന്നും പെൺപിള്ളേർക്ക് ഇല്ല. പക്ഷേ ഇവിടെ തുടക്കം പോവാണ്. ഇവിടെ ഒരു ഷീ ബാച്ച് തുടങ്ങാൻ പോവാണ്. നമ്മൾ പഠിച്ചിറങ്ങും. പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എന്തിനാ പഠിക്കുന്നേ? അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പിള്ളേരാണ്, എന്ത് സംസാരിക്കും, ഞാൻ എന്തെങ്കിലും സംസാരിച്ച് ഉമ്മാർ എന്നെ കളിയാക്കും. കാരണം പെൺപിള്ളേരില്ല, ഫുൾ ആൺപിള്ളേരാണ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനാണ് ഇവനോട് ചോദിച്ചോണ്ടിരിക്കുക, എന്ത് സംസാരിക്കും. ഇവനെ സംസാരിക്കാൻ അറിയത്തില്ല. എന്നിട്ടും എനിക്ക് കുറെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടാ. അതൊക്കെ ഞാൻ സംസാരിച്ചത്. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ആദ്യമേ അറിയാം, എന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എന്ന് ചോദിച്ച ഇവന്മാരില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. പക്ഷെ പിള്ളേർ കൊള്ളാൻ വൈബായിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൈയിടേക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഫുൾ ആൺപിള്ളേരല്ലേ. അപ്പം അവിടെ പുതിയ ഷീ ബാച്ച് തുടങ്ങുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവന്മാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഇനി അവിടെ DJ ഒക്കെ ഉണ്ട്. നമ്മളത് കാണാൻ നിന്നില്ല. കാരണം ഇവൻ്റെ 2 ഫ്രണ്ട്സ്, ഇവനോട് കോളേജിൽ പഠിച്ച 2 ഫ്രണ്ട്സ്, അവന്മാർ ആലപ്പുഴ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അവന്മാരെ പോയി പിക്ക് ചെയ്യണം, ഫുഡ് കഴിക്കണം. അങ്ങനെ അധികം കുറച്ച് പരിപാടികളുണ്ട്. ഇനി ഫോട്ടോ എടുക്കണം. ഞാൻ ഇത്രയും ഒരുങ്ങി ഇതായിട്ട് നിന്നിട്ട് തന്നെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇവൻ്റെ കയ്യും കാലം പിടിച്ച് ഫോട്ടോ എടുക്കണം, ഫുഡ് കഴിക്കണം അല്ലേ? എന്തുവാ വേണ്ട നിനക്ക്? പറ. ഇവന് ഫോട്ടോയും വീഡിയോ എടുത്തു കൊടുക്കണം, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്. ഫ്രീ ആയിട്ട് ചെയ്യണം. സ്നേഹമുള്ളവരൊക്കെ ഫ്രീ ആയിട്ടൊക്കെ. ഞാൻ അശ്വിനെ എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആക്കാൻ പോകും. ഞാൻ എൻ്റെ നമ്പരൊക്കെ മാറി പുതിയ നമ്പരൊക്കെ എടുത്ത് ഇനി എൻ്റെ എന്തെങ്കിലും കൊളാബ് പ്രമോഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ഡേറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വരുത്തുള്ളൂ. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ റിലയൻസ് മോളിലായിരുന്നല്ലോ പ്രോഗ്രാം. അപ്പോൾ എൻ്റെ സംസാരം കണ്ടിഷ്ടപ്പെട്ടിട്ട് റിലയൻസ് മോളിൻ്റെ സൗത്ത് ഇന്ത്യൻ ബ്രാഞ്ച് മാനേജർ അവിടെ സൗത്ത് ഇന്ത്യൻ മാനേജർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി മലയാളിയല്ല. പുള്ളിക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടിട്ട് റിലയൻസിൻ്റെ ഹോൾ അവിടെ സിവാമി ഉണ്ട്, ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ കണ്ടിന്യൂസ്ലി എടുക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഡീലൊക്കെ കൊടുത്ത് നമ്പരൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇൻഷാ
അത് പണ്ടൊട്ട് ഇങ്ങനെ ഒരു ശീലവാ. എന്താ എന്താ അതെന്താ പറയട്ടെ, കോളേജിൽ പോയപ്പം എന്റെ അതൊന്നുമല്ല. എക്സൊക്കെ ഉണ്ട്, അതൊന്നുമല്ല. ഞങ്ങൾ കോളേജിൽ ഞാൻ ഇന്ദിരാഗാന്ധി പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരിയാണ് താമര. അപ്പം ഞങ്ങളുടെ കൂടെ കുറച്ച് വേറെ മുസ്ലിം ബോയ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇവള് താമര എപ്പോഴും ഇങ്ങനെ ഇൻഷാല്ലാ എന്തെങ്കിലും പറയുമ്പോഴാണ് ഇൻഷാല്ലാ ഇങ്ങനെ പറയും. അപ്പം എനിക്ക് അത് കേട്ടിട്ടതായി. കുറ്റം പറഞ്ഞാലത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇൻഷാല്ലാ എന്ന് പറഞ്ഞപ്പോൾ പറയാം എൻ്റെ എക്സ് മുസ്ലിം അല്ലേ, അപ്പം എനിക്ക് അങ്ങനെ അറിയാം. പരിചയപ്പെടുത്ത്, പേര് പറ. ഒച്ചത്തില് കേക്കത്തില്ല. നിനക്ക് ഇത്ര ഒച്ചയുള്ളൂ? ഒമാനിൽ നിന്ന് വന്നപ്പോൾ കാലാവസ്ഥ കാരണം. ഒമാനിലെ ഇപ്പൊ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? പറ, ഇനി പരിചയപ്പെടുത്ത്. ഐ ആം ആദിത്യൻ ഫ്രം ഒമാൻ. വലിയൊരു നീ ആരാണെന്ന് പറ, ഇത് കാണുന്നവർക്ക് മനസ്സിലാവണം. യൂട്യൂബിലൊന്നും എടുത്തിട്ടില്ലേ? പറ നീ. എന്റെ പേര് ആദി. ഒമാനിൽ നിന്ന് ഇന്നലെ അങ്ങോട്ട് വന്നതേ ഉള്ളൂ. മെനഞ്ഞാന്ന് വന്നതേ ഉള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ അടിപൊളിയാണ്. ഒമാനിൽ ഭയങ്കര ചൂടാണ്. ഇവിടെയോ? ഇവിടെ അതിലും ചൂടാണ്. ആലപ്പുഴ ഇഷ്ടമാണല്ലോ, നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇഷ്ടമാണ്. ആലപ്പുഴ ഇഷ്ടമല്ലെന്ന് പറഞ്ഞീ. ആലപ്പുഴ വളരെ അടിപൊളി സ്ഥലമാണ്. എന്തിനാണ് ഇപ്പൊ ആലപ്പുഴ സന്ദർശിച്ചിരിക്കുന്നത്? അത് കുറച്ച് വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണാനുണ്ടായിരുന്നു. ആരാണ് വലിയ കണ്ടന്റ് ക്രിയേറ്റർ? പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. എനിക്ക് തുപ്പി കാണിക്കാതെ. അങ്ങനെ അങ്ങനെ അവനിട്ട് നീ ഇനി പരിചയപ്പെടുത്ത്. എവിടെ ഉള്ള നീ പറ, കേട്ടെ. നീ കാട്ടക്കട എവിടെ ഉള്ളത്? നമ്മള് വെഞ്ഞാറോട്. നിന്റെ പേര്? എന്റെ പേര് അഭിനവ്. എന്റെ സ്ഥലം വെഞ്ഞാറോട്. ഇന്റർവ്യൂവിന് പോണാടാ. ഇവരെല്ലാം അശ്വിന്റെ കൂട്ടുകാരന്മാരാണ്. അശ്വിന്റെ കൂടെ കോളേജിൽ പഠിച്ചവന്മാരാ. അശ്വിന്റെ കൂടെ കോളേജ് എനിക്ക് ഇവരെ ആരാന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ കുറെ സ്റ്റോറീസ് കേട്ടിട്ടുള്ളതുകൊണ്ടായിനോ? കൊറേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവൻ ഒമാനിൽ നിന്ന് വന്നതാണ്. ഇവൻ തിരുവനന്തപുരം അല്ലെ? തിരുവനന്തപുരം അതെ. ഇനിയും വരാനുണ്ട് 3 എണ്ണം അല്ലെ, 3 പേരല്ലേ. അങ്ങനെ നമ്മൾ അവന്മാരെ ഫ്രഞ്ച് കയറി കൊട്ടി ചാടിച്ചിട്ടുണ്ട്. ഇനി ഇവനും പോണം. ഇവന്മാരിന്ന് 6 പേരും കൂടെ, 6 പേരല്ല, ജെഫിനും വരുമല്ലേ? അവന്മാരെല്ലാരും കൂടെ ചുമ്മാ പരിപാടിയൊക്കെയാണ്. എവിടെ പോവാം? കറങ്ങി ഇങ്ങനെ നടക്കുക. കുറെ നാൾക്ക് ശേഷമാണല്ലേ മറ്റവനെ കാണുന്നേ. അവന്മാരവിടെ കൊണ്ടാക്കി. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇവന് നല്ല വിശക്കുന്നുണ്ട്. അങ്ങനെ എവിടെ പോകുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ട് ഓൾവേസ് ഞങ്ങൾ എപ്പോഴത്തേയും പോലെ അച്ചാൻസിലോട്ട് പോവുക. അതെ, നോ റിഗ്രറ്റ്. ഞാൻ ചുമ്മാ പറയുമല്ല, ഞങ്ങൾ ഇത്രയും നാളായിട്ട് അവിടെ പോയി കഴിച്ചിട്ട് ഒരു സാധനം പോലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. റിഗ്രറ്റ് അടിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഇല്ല. എല്ലാ സാധനവും ഒന്നും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. നമ്മൾ വേറെ എവിടെ പോയി ആലപ്പുഴയിൽ കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ റിഗ്രറ്റ് ആവാറുണ്ട്. കഴിച്ച് ഞങ്ങൾ താഫി പോയി കഴിച്ച് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ട്. അച്ചാൻസിൽ എന്തൊക്കെ നമ്മൾ പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ അച്ചാൻസ് തന്നെ ആവും. ഇനി എന്ത് ഓർഡർ ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് ചെന്ന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പിടിക്കാന്ന് പറയുമെങ്കിൽ ഇവൻ ലാസ്റ്റ് ചിക്കൻ റാപ്പിൽ തന്നെ പിടിക്കും. അവരുടെ ചിക്കൻ റാപ്പ് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് സ്റ്റീക്ക് ഒക്കെ അടിപൊളിയാണ്. സ്റ്റീക്ക് നമ്മൾ ഒരു വട്ടം ചിക്കനും ബീഫും ട്രൈ ചെയ്തു. അപ്പം ഇന്ന് വേറെ എന്തെങ്കിലും കഴിക്കണം. വെറൈറ്റി കഴിക്കാൻ വന്നാൽ ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് ബിരിയാണിയും ഒരു ചിക്കൻ പാറ്റി ബർഗറും ഇതായിരുന്നു ടെൻഡർ കോക്കനട്ട് ഷേക്കും കുടിച്ച് ഇറങ്ങി. ഒരു മിനി കൂപ്പർ കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടുത്തെ ബിരിയാണി എനിക്കിഷ്ടമായി. കുബാബയിൽ കഴിച്ചിട്ട് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടൊരു ബിരിയാണി ഇത്. കൊള്ള ഒരു എന്താ പറയുക, ഒരുപാട് ഓവർ ഫ്ലേവറൊന്നും ഇല്ലാത്ത നല്ലൊരു ബിരിയാണിയാണ്. വയറ് നിറഞ്ഞു. ഇനി ഞങ്ങൾക്ക് അടുത്ത പരിപാടിയുണ്ട്. വീട്ടിൽ നിന്ന് എനിക്ക് ഡ്രസ്സൊക്കെ മാറിയതൊക്കെ നല്ല വല്ല ഇട്ടുകൊണ്ട് വേണം പോകാനായിട്ട്. ഇന്നേരെ വീട്ടിലുണ്ട്. വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഞാനും അവനും കൂടെ പാൻറ്റേറ്ററി ബാല സിനിമ കാണാൻ വന്നതാണ്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ എണീറ്റുകൊണ്ട് കണ്ടിട്ട് വരാം. കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. കുറേ പേര് റിവ്യൂ കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണാൻ പോകുന്നു. എന്തായാലും കണ്ടു നോക്കിയിട്ട് പറയാം. ബാല മൂവി കണ്ടു. എനിക്ക് ഈ 2 ആഴ്ച ഇത് കാണാതിരുന്നതിൽ ഞാൻ നല്ല റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ഇത് എന്താ പറയണ്ടേ, പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തിട്ടുള്ള പടമാണെങ്കിലും ഒന്നും പറയാനില്ല. ആക്ടിങ് എൻ്റെ എടുത്ത് പറയേണ്ടത്. കാസ്റ്റിങ്
ഇവരല്ലാതെ വേറെ ആരെങ്കിലും വന്ന് ഈ പടം എങ്ങനെ ഇരിക്കുമായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യ. ആൻഡ് ഇതിന് വന്നിരിക്കുന്ന ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റിലാണ് പടം കൊണ്ട് തീർത്തത്. വലിയ ലാഗൊന്നും അടിച്ചില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം മുപ്പാലത്ത് ഫ്രഞ്ച് സ്ക്വയർ വരെ വന്നേക്കുക. ഇച്ചിരി പരിപാടിയുണ്ട്, ഇത് കഴിഞ്ഞ് തിരിച്ചു പോകണം. ജിക്കൂതെ അടിച്ചു മാറ്റുന്നടാ. ആ ക്യാമറ കണ്ടോ? ആ ക്യാമറ കൂടെ അവൻ എല്ലാം കണ്ടോണ്ടിരിക്കുക. ഇതാ നീ അടിച്ചോണ്ട് തൂക്കി വെക്കാൻ പോവാണോ? പിന്നല്ലടാ ഒന്നൂടെ ചിരിച്ചേ, ഒന്നൂടെ ഒച്ചത്തി മറ്റേ അവസാനം അങ്ങനെ അങ്ങനെ ഇരിക്കടാ മറ്റേ സാധനം. പരിപാടി എല്ലാം ഇന്നത്തെ കഴിഞ്ഞു. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. രാവിലെ 4:30 എണീറ്റു. ഇപ്പം സമയം ഏതാണ്ട് 8 മണിയായി. ഇപ്പോഴും പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കിനി ഇതൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, പോസ്റ്റ് ചെയ്യാനുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്. മുഖമൊക്കെ നല്ല ഡള്ളാണ്, രാവിലെ മേക്കപ്പ് ഇട്ടതാണ്. മൊത്തത്തിലൊരു ഹറിബറി ദിവസമായിരുന്നെങ്കിലും കുറേ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. ഞാൻ പുതിയ 2 കൂട്ടുകാരന്മാർ ഇന്നാണ് കാണുന്നവന്മാരാ. അവരെല്ലാവരും അവിടെ ഉണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ വന്നു. എന്താ പറയണ്ടേ, നല്ലൊരു ദിവസമായിരുന്നു. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഒട്ടും റിഗ്രറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഹാപ്പി ദിവസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗസ്റ്റായിട്ട് പോയി ഭയങ്കരമായിട്ട് സംസാരിച്ച് അങ്ങനെ മൊത്തത്തിൽ എന്നോട് തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റ് ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് അറിയിക്കണം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് എപ്പോഴത്തെയും പോലെ ബൈ ഫ്രം ആര്യ.